അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാതെ ആദ്യമായി വുളു എടുക്കുന്നതും നിസ്കരിക്കുന്നതും. ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ബീവി അവർകളെ സഹോദരിമാർ അനുകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ 2-3 വർഷം മുമ്പ് തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ അടുക്കലേക്ക് വരികയും സൗഹാർദ്ദം കൂടുകയും നബി തങ്ങൾക്ക് പല വിവരങ്ങൾ നൽകുകയും ചെയ്തതായി ചരിത്രങ്ങളിലും കിതാബുകളിലും കാണാം. അതുപോലെ നുബുവത്തിൻ്റെ തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഏകാന്തത തേടി അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പും സ്വപ്നങ്ങളുമൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലേക്കും പോകും. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഹിറാ ഗുഹ എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഗുഹയിലേക്ക് ഏകാന്തവാസത്തിന് പോകുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിരുന്നില്ല. പല ദിവസങ്ങളിൽ ആഴ്ചകളോളം നബി തങ്ങൾ ആ മലയുടെ മുകളിൽ ചെലവഴിക്കുമ്പോൾ ഭക്ഷണം തീർന്നു പോകുമെന്ന് കരുതി ഖദീജ ബീവി പലപ്പോഴും ഭക്ഷണവുമായിട്ട് ഹിറാ ഗുഹയുടെ മുകളിലേക്ക് കയറിയ ചരിത്രങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഹിറാ ഗുഹയുടെ അടിവാരത്തിൽ ജബലുന്നൂറിൻ്റെ അടിവാരത്തിൽ കൊണ്ടുപോകും. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരും. ഇങ്ങനെയൊക്കെ പല മാസങ്ങളിൽ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം മുത്തുനബി തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ഇഖ്റ ഓതി കൊടുക്കുകയും നബി തങ്ങളെ ചേർത്തു പിടിക്കുകയും നബി തങ്ങൾക്ക് പനി ബാധിച്ച് വീട്ടിലെത്തുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പേടിച്ചുകൊണ്ട് സമ്മിലൂനിയ ഖദീജ എന്ന് പറഞ്ഞു വരുമ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ എന്താണ് ചെയ്യുക? നിങ്ങൾ ഇത്രയും നാളായിട്ട് ആവശ്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ടല്ലേ ഇങ്ങനെ പേടിച്ചത് എന്ന് പറയുന്നതിന് പകരം സാന്ത്വനിപ്പിക്കുന്ന ഖദീജ ബീവിയാണ് ലോകം കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബീവി അവകൾ പറഞ്ഞത്, തങ്ങളെ അങ്ങ് പേടിക്കണ്ട, ലാ യുഖ്സീക അല്ലാഹു അബദ, അള്ളാഹു അങ്ങേ ഒരിക്കലും തന്നെ മോശമാക്കുകയില്ല. അന്ത തസിലുർ റഹ്മ, കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല, എല്ലാവരുടെ പ്രയാസങ്ങളെ മാറ്റുന്നവരാണ്. അനാഥരെ സംരക്ഷിക്കുന്നവരാണ്. അതിഥികളെ വിരുന്നൂട്ടുന്നവരാണ്. കാരുണ്യം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, അള്ളാഹു അങ്ങേ കൈവെടിയുകയില്ല എന്ന് സാന്ത്വനം പറഞ്ഞിട്ട് നേരെ തലമുതിർന്ന ഖദീജ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട തൗറാത്ത് നന്നായിട്ട് അറിയുന്ന പണ്ഡിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് ഖദീജ ബീവി ചെയ്തത്. വറക്കത്ത് ബിൻ നൗഫൽ ചരിത്രങ്ങളിൽ കാണാം. അവരുടെ അടുക്കൽ കൊണ്ടുപോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ആ വറക്ക എന്നവർ പറഞ്ഞു, തൗറാത്തിൽ പറയപ്പെട്ട, ഇഞ്ചീലിൽ പറയപ്പെട്ട വാഗ്ദത്ത പ്രവാചകനാണിവർ. ഇവരെ നാട്ടിൽ നിന്ന് പുറത്താക്കും, ഈ മക്കയിൽ നിന്ന് മക്ക നിവാസികൾ പുറത്താക്കും. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, എന്നെ അവർ പുറത്താക്കുമോ? അപ്പോൾ വറക്കത്ത് ബിൻ നൗഫൽ എന്നവർ പറഞ്ഞു, തീർച്ചയായിട്ടും പുറത്താക്കും. അങ്ങനെ സംഭാഷണം നീണ്ടുപോയി. ആ കാലത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കാൻ മുന്നിലുണ്ടാകുമെന്ന് വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞ ചരിത്രങ്ങൾ കാണാം. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്ഥിരമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ തുടങ്ങി. ഒരു തവണ നബി തങ്ങൾക്ക് ഒരു മലയുടെ മുകളിൽ മുട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം പുറപ്പെടുവിച്ചു. അതിൽ നിന്ന് വുളൂ ചെയ്യുന്നത് കാണിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വുളൂ ചെയ്തു. വീട്ടിൽ വന്നു ഖദീജ ബീവിയോട് വുളൂഇന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. നിസ്കരിക്കുന്ന കാര്യം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഖദീജ ബീവിയെയും കൂട്ടി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സംസം കിണറിന്റെ അടുക്കൽ പോവുകയും ആ സംസം കിണറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി വുളു എടുത്തത് ഖദീജ ബീവിയാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നിന്ന് നബി തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ട് നിസ്കരിച്ചത് ഖദീജ ബീവിയാണ്. മാത്രമല്ല നബി തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ക് കൊണ്ട് ഖദീജ ബീവിയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭൃത്യനുണ്ടായിരുന്നു, ഒരു അടിമയുണ്ടായിരുന്നു, സെയ്ദ് ബിൻ ഹാരിസ്. ആ സെയ്ദ് ബിൻ ഹാരിസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളർത്തുമകനായി കൊടുത്തതും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. മുത്തുനബി തങ്ങൾക്ക് വേണ്ടി എത്രയാണ് ത്യാഗം സഹിച്ചത്, എത്ര സുന്ദരമായ മാതൃകയാണ് ലോകത്ത് കാണിച്ചത്. ബീവി അവരുടെ മാതൃകകൾ പിൻപറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സ്വർഗത്തിൽ പോകാൻ നമ്മൾക്കും നമ്മുടെ സഹോദരിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.